ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സൗത്ത് കൊറിയയിൽ ക്യാൻസറിനെ ഫുള്ളായി മാറ്റിയെടുക്കുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ക്യാൻസറിൻ്റെ സെൽസിനെ തിരിച്ച് നോർമൽ കോശങ്ങൾക്ക് ആക്കി മാറ്റുന്ന ഒരു പുതിയ ടെക്നോളജി. അപ്പോൾ എന്താണ് ഈ പുതിയ ടെക്നോളജി? നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്, കേരളയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ പുതിയ സൗത്ത് കൊറിയൻ ബ്രേക്ക് ത്രൂവിനെ പറ്റി നമ്മളൊന്ന് സംസാരിക്കാൻ, ഒന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായിരുന്നു ഈ പുതിയ കാര്യം? നമ്മൾ സൗത്ത് കൊറിയയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സയൻസ് സെൻറ്ററിൽ സൗത്ത് കൊറിയൻ സയൻറ്റിസ്റ്റ്സ് ഈ എലികളുടെ ഉള്ളിൽ ഈ വൻകുടൽ ക്യാൻസറിൻ്റെ കോശങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ക്യാൻസർ സെല്ലിന് തിരിച്ച് റീപ്രോഗ്രാം ചെയ്തിട്ട് അതിനെ നോർമൽ സെല്ലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പുതിയൊരു കണ്ടുപിടുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ബിക്കോസ് ഇതിൽ നമ്മൾ ക്യാൻസർ സെല്ലിനെ കൊല്ലാതെ അതിനെ തിരിച്ച് ഒരു സാധാരണ സെല്ലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി ഫസ്റ്റ് ടൈമാണ് ലോകത്തിൽ ചെയ്യാൻ പറ്റിയത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അവർ ചെയ്തത്? അപ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾ അവർ അതിൻ്റെ ഒരു ഡിജിറ്റൽ ട്വിൻ, മീൻസ് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് അത് കമ്പ്യൂട്ടറിലൊരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഇന്ന ജനറ്റിക് ചേഞ്ചസ് വരുമ്പോഴാണ് അതിനെ ക്യാൻസർ സെൽ ആയി മാറുന്നത്. ഒരു നോർമൽ സെല്ലിൽ ചില മാറ്റങ്ങൾ വന്നിട്ടാണ് അതിൻ്റെ ക്യാൻസർ സെൽസ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ 3 പ്രത്യേക ജീൻസിനെ ടാർഗറ്റ് ചെയ്തു. ഈ 3 ജീനിൽ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ക്യാൻസറായി മാറുന്നത്. ആൻഡ് അവർക്ക് ആ ഒരു ജീൻസിനെ അവർ ബ്ലോക്ക് ചെയ്യാൻ പറ്റി. അത് ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എന്താ കണ്ട് ഈ ട്യൂമർ സെല്ല് തിരിച്ച് നോർമൽ സെല്ലിലേക്ക് തിരിച്ച് മാറിയിട്ട് സാധാരണ ഒരു നമ്മൾ കാണുന്ന ക്യാൻസറിൻ്റെ മുഴയൊക്കെ അത് ചുരുങ്ങി ഈ എലികളുടെ ഉള്ളിൽ ക്യാൻസർ ഫുള്ളായി മാറി കിട്ടി. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പുതിയ അച്ചീവ്മെൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസസ് നമ്മൾ സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് ഓങ്കോളജിയിൽ ഈ കീമോതെറപ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ സർജറി വെച്ചിട്ടാണ്. ഈവൻ നമ്മൾ പുതിയ ഒരു ഇമ്മ്യൂണോതെറപ്പി ട്രീറ്റ്മെൻറ്റ് നമ്മൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്ന രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ക്യാൻസർ സെൽസിനെ കൊല്ലാതെ അത് തിരിച്ച് നോർമലിലേക്ക് ആക്കുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാലഞ്ചസ്, എന്താണ് പ്രശ്നങ്ങൾ? ഇതുവരെ നമ്മൾ ഈ ഒരു ടെക്നോളജി എലികളിൽ മാത്രമാണ് ചെയ്തത്. അതും കൊളോൺ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടൽ ക്യാൻസർ ഉള്ള സെൽസിൽ മാത്രമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾക്കറിയില്ല ഇത് മനുഷ്യന്മാരിൽ സക്സസ്ഫുൾ ആവും. അതിൽ ഇനിയും ടെസ്റ്റിംഗ് ഉണ്ട്, ഇനിയും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട്. അതല്ലാതെ നമ്മൾ വൻകുടൽ ക്യാൻസർ അല്ലാതെ വേറെ ക്യാൻസേഴ്സ് ഉണ്ട് ദാറ്റ് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട. ഇതല്ലാതെ തന്നെ വേറൊരു വിഷയമുള്ളത്, നമ്മൾ ജനറ്റിക് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ജീൻസ് വെച്ചിട്ട് നമ്മളത് മാറ്റി കളിക്കുമ്പോൾ ചിലപ്പോൾ വേറെ ടൈപ്പ് ക്യാൻസർ തന്നെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ, നമ്മൾ അങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ ശരീരത്തിൽ ഹ്യൂമൻസിൽ വരുന്ന വേറെ ചേഞ്ചസ് നമ്മൾ ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായിരിക്കും പോസിബിലിറ്റീസ്. സോ ഇങ്ങനത്തെ ചാലഞ്ചസ് എനിവേ അവർ ഇനിയും റിസർച്ച് നടക്കുന്നുണ്ട്. ഇനിയും അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ ഡീറ്റെയിൽസ് വരാനുണ്ട്. ആൻഡ് കൂടുതൽ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഇത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ പറ്റാം. അപ്പോൾ ഓവറോൾ ഈ ഒരു പുതിയ ബ്രേക്ക് ത്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പുതിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ആണ് അത് തുറന്ന് കാണിക്കുന്നത്. പക്ഷേ ഇനിയും കുറേ സമയമുണ്ട്, കുറേ ടൈം എടുക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വരാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഒരു ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു ടെക്നോളജി എല്ലാവർക്കും ക്യാൻസറിന് എതിരായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഹാപ്പി ഹെൽത്തി ലൈഫ്.